സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എൻ്റെ വചനം ലഭിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. ഇരിമ്യാ പ്രവാചകന്റെ പുസ്തകം 21-28 വാക്യം. ഇരിമ്യാവിൻ്റെ കാലത്ത് വ്യാജപ്രവാചകന്മാർക്കെതിരെ ദൈവം തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകി. നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവൻ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു, യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല. സ്വന്തം കഥത്തിൻ്റെ ദർശനത്തിലെ അവർ പ്രവചിക്കുന്നത്. ഇരിമ്യാവ് 21-16 വാക്യം. ദൈവം അവരെക്കുറിച്ച് പറഞ്ഞു, അവർ എൻ്റെ ആരാധന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴി നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും പിന്തിരിപ്പിക്കുമായിരുന്നു. കള്ളപ്രവാചകന്മാർ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ദൈവത്തെ മൊത്തത്തിൽ അവഗണിക്കുകയോ അവരുടെ ഉപദേശങ്ങൾക്കനുസൃതമായി അവൻ്റെ വാക്കുകൾ വളച്ചൊടുക്കുകയോ ചെയ്യുന്ന വിദഗ്ധർ ഉപദേശം നൽകുന്നു. എന്നാൽ തൻ്റെ വചനത്തിലൂടെ ആത്മാവിലൂടെയും സത്യത്തിൽ നിന്ന് വ്യാജം തിരിച്ചറിയാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് നൽകി. അവിടുത്തെ വചനത്തിൽ സത്യങ്ങളാൽ നാം എല്ലാം അളക്കുമ്പോൾ നമ്മുടെ സ്വന്തം വാക്കുകളും ജീവിതവും ആ സത്യം മറ്റുള്ളവരിൽ പ്രതിഫലിപ്പിക്കും. ഒരു കാര്യം സത്യമാണോ എന്ന് തീരുമാനിക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന നിലവാരം എന്താണ്? എന്നോട് വിയോജിക്കുന്നവരുടെ എൻ്റെ മനോഭാവത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? പ്രാർത്ഥിക്കും. ദൈവമേ, ഈ ദിവസങ്ങൾ അങ്ങേക്കായി സംസാരിക്കുന്നതെന്ന് പലരും അവകാശപ്പെടുന്നു. അങ്ങേക്ക് ശരിക്കും പറയാനുള്ളത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ആത്മാവല്ല, അങ്ങയുടെ ആത്മാവിനെ കേൾപ്പാൻ ഞങ്ങളെ സംവേദിക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് ദൈവം നിറയ്ക്കട്ടെ. കഴിഞ്ഞ രാജ്യക്കാർ വരാവുന്ന ആപത്താവോടുന്ന രോഗദുഃഖങ്ങൾ മരണത്തിനെല്ലാം ദൈവം നമ്മെ കാത്തുരാഴ്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പുതിയ രാജ്യക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.